നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീനില്ലാത്ത ഒരു മീൻ കറിയാണ്. മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ മീനില്ലാതെ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ചതച്ചിട്ടുണ്ട്, പിന്നെ കുടംപുളി ഒരു 3 കഷ്ണം, വറുക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു വെളുത്തുള്ളി, 2 ചെറിയ പീസ് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും. നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയും ചെറിയ ഉള്ളി അല്ലെങ്കിൽ 2 ചെറിയ കഷ്ണം സവാള, വെളുത്തുള്ളി, ഉലുവ, അതേപോലെ കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന ആ പരുവൊന്നും ആവണ്ട കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ മതി. ഈ തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ഇടുന്നില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ഇല്ലെങ്കിൽ സിമ്മിലിട്ടാലും മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഈ പാകം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് നല്ലതുപോലെ ഒന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല, പച്ചമുളകും ഇല്ല. ലോക്ക്ഡൗൺ ആയിട്ട് ആകെ കൂടെ ഇതൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളതൊക്കെ കൂടെ വെച്ചിട്ട് തട്ടിക്കൂട്ടി നമുക്ക് ഒരു കറി എങ്ങനെ വെക്കാം എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് തണുത്ത തേങ്ങ ഒരു മിക്സിയിലിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം വെള്ളം ഒട്ടും ചേർക്കാതെ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ തേങ്ങ തരിതരായിട്ട് കിടക്കില്ല, നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് തേങ്ങ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് മീൻകറിയുടെ ടേസ്റ്റിലല്ലേ, അപ്പം ചട്ടിയിൽ തന്നെ ചെയ്യാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് താളിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകും എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തക്കാളിയും സവാളയും ഇഞ്ചിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഇതൊരു അരമണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നല്ല ആ പുളിപ്പൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. 10 മിനിറ്റ് വെച്ചാലും മതിയാവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല പോലൊന്നും വഴണ്ട് വരേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതിയാവും. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായിട്ട് തക്കാളിയൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഇത് വച്ചിരുന്നത്, അപ്പോൾ വേഗം അത് വഴന്ന് കിട്ടും.
ഇനി നമുക്ക് 3 കഷ്ണം കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണവുമാണ് ഇട്ടിരിക്കുന്നത്. കുടംപുളി കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് കുടംപുളി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ്ചർ നമുക്കിതിലേക്ക് ഇടാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അരപ്പൊന്നും ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ പുളി കൂടുതലാണെങ്കിലോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല പിന്നെ പാകത്തിന് ഉപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇളക്കാം. അതുകൊണ്ട് മീനൊന്നും പൊടിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട. ഇനി ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഗ്രേവി നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് മീൻ കറിയിൽ ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മറക്കണ്ട, കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല മീൻ കറി തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മണമാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ മീനില്ല എന്ന് ആരും പറയില്ല കണ്ടു കഴിഞ്ഞാൽ. ശരിക്കും ഇത് മീനുള്ള മീൻ കറിയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തരുന്നത്. എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിവിടെ കഴിക്കാൻ പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.